യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ബുധനാഴ്ച 2026 ഏപ്രിൽ 22. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങളിൽ ചിലർ ഇന്നലെയും ഫോൺ കയ്യിൽ പിടിച്ചാണ് ഉറങ്ങിയത്. ഒരു കോൾ വരുമോ എന്ന് നോക്കി, ഒരു സന്ദേശമെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് പലവട്ടം തുറന്നു നോക്കി. ചിലരുടെ ഫയലിൻ്റെ മൂലകൾ മടിഞ്ഞുകിടക്കുന്നു. സർട്ടിഫിക്കറ്റുകൾ പ്ലാസ്റ്റിക് കവറിൽ ഒതുക്കിവെച്ചിരിക്കുന്നു. ചിലരുടെ അടുക്കളയിൽ പാത്രത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും ഉള്ളിൽ ഒരേയൊരു ചിന്തയാണ്, ഇനി എത്ര ദിവസം കൂടി കാത്തിരിക്കണം. ചിലരുടെ മനസ്സിൽ വാടകയുടെ തീയതി, ചിലരുടെ ഹൃദയത്തിൽ മരുന്ന് വാങ്ങാനുള്ള വിഷമം, ചിലരുടെ വീട്ടിൽ ആരും ചോദിക്കാത്ത ഒരു ചോദ്യമുണ്ട്, ജോലിയെക്കുറിച്ച് എന്തെങ്കിലുമായോ? പ്രിയമുള്ളവരെ, ഉയിർപ്പിൻ്റെ ഈ ദിവസങ്ങളിലൂടെ നാം തുടരുന്ന പ്രാർത്ഥനയാത്രയിൽ ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകമാണ്. ഇന്നത്തെ ഈ നിമിഷം വെറും മറ്റൊരു പ്രാർത്ഥനയല്ല. അടഞ്ഞുപോയതായി തോന്നുന്ന വാതിലുകളുടെ മുമ്പിൽ ഉയിർത്തെഴുന്നേറ്റ കർത്താവിനെ നിർത്തിക്കാണിക്കുന്ന ദിവസമാണ് ഇന്ന്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഞാൻ ഒരൊറ്റ വേദനയെ വയ്ക്കുന്നു. തുറക്കാതെ നിൽക്കുന്ന ഒരു വാതിൽ, ജോലി കിട്ടാതെ നീളുന്ന കാത്തിരിപ്പ്, മറുപടി വരാതെ നിൽക്കുന്ന അപേക്ഷ, ഞങ്ങൾ പിന്നീട് അറിയിക്കാം എന്നൊരു വാക്കിന് ശേഷം കല്ലായി നിൽക്കുന്ന നിശബ്ദത. ഇത് കേൾക്കുന്ന ഒരാളെങ്കിലും ഇപ്പോൾ തന്നെ കരയാതെ ഉള്ളിൽ തകർന്നിരിക്കാം. പുറത്തേക്ക് കാണിക്കാത്ത ഒരു നാണം, വീട്ടുകാരോട് വീണ്ടും വീണ്ടും അതേ കാര്യം പറയേണ്ടി വരുന്ന ക്ഷീണം. പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു, കരഞ്ഞു, പിന്നെയും ഒന്നും മാറാത്തതുപോലെ തോന്നുന്ന ഒരു ഭാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നത് ഒരു ഉപദേശമല്ല, ഒരു തൊഴിൽ രഹസ്യമല്ല, ഒരു മനുഷ്യൻ്റെ വാതിൽ തട്ടാനുള്ള മാർഗവുമല്ല. ഇന്ന് ഞാൻ നിങ്ങളെ യേശുവിൻ്റെ ഹൃദയത്തിങ്കലേക്കാണ് കൊണ്ടുവരുന്നത്. കാരണം ചില വാതിലുകൾ മനുഷ്യരുടെ കൈകളാൽ തുറക്കപ്പെടുന്നില്ല. ചില വാതിലുകൾ ശരിയായ സമയം എത്തുമ്പോൾ മാത്രമേ ശബ്ദത്തോടെ തുറക്കൂ. ഇന്നത്തെ തിരുവചനമായി ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വയ്ക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വചനമാണ്. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, ഇപ്പോൾ അത് മുളയ്ക്കുന്നു, നിങ്ങൾ അതറിയുന്നില്ലയോ? ഇത് യെശയ്യാ 43 അധ്യായം 19 വാക്യമാണ്. എത്ര മൃദുവായ വചനമാണിത്! ഞാൻ ചെയ്യുന്നതല്ല, ഇപ്പോൾ അത് മുളയ്ക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. എല്ലാം ശൂന്യമാണെന്ന് നീ കരുതുന്ന സമയത്ത് പോലും അകത്ത് എന്തോ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുറത്തു കാണാനില്ലെങ്കിലും ഉള്ളിൽ വിത്ത് പൊട്ടിയിരിക്കുന്നു. നീ നിഷേധത്തിൻ്റെ വാർത്ത കേട്ടിരിക്കാം, പക്ഷേ ദൈവം നിന്റെ കഥയിൽ അവസാന വരി ഇതുവരെ എഴുതിയിട്ടില്ല. നീ അടഞ്ഞ വാതിൽ മാത്രമാണ് കണ്ടിരിക്കുന്നത്. ദൈവം ഇതിനകം തുറക്കാൻ പോകുന്ന വഴിയുടെ താക്കോൽ കയ്യിൽ പിടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ജോലി കിട്ടാത്ത വേദന വെറും പണമില്ലായ്മയുടെ വിഷമമല്ല, അത് സ്വയം വിലകുറഞ്ഞവനായി തോന്നിക്കുന്ന വേദനയാണ്. എന്നിൽ എന്താണ് കുറവ് എന്ന് ആരും കേൾക്കാതെ സ്വയം ചോദിക്കുന്ന രാത്രികളുണ്ട്. കൂട്ടുകാർ മുന്നോട്ട് പോയപ്പോൾ പിന്നിൽ നിൽക്കുന്ന പോലെ തോന്നുന്ന ദിവസങ്ങളുണ്ട്. ബന്ധുക്കൾ ചോദിച്ച ചെറിയ ചോദ്യങ്ങൾ പോലും ഹൃദയത്തിൽ വലിയ മുറിവാകുന്ന സമയമുണ്ട്. എന്ത് പഠിച്ചു? എവിടെ അപേക്ഷിച്ചു? ഇനിയും ഒന്നുമായില്ലേ? ഈ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴുള്ളിൽ കണ്ണീർ കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലർക്കിത് ജോലിക്കായുള്ള കാത്തിരിപ്പാണ്, ചിലർക്കിത് വിദേശ വിസയ്ക്ക്, ചിലർക്കിത് ജോലി അനുമതിയുടെ ഫയൽ നീങ്ങാത്ത വേദന, ചിലർക്കിത് വായ്പ അടയ്ക്കാൻ വഴിയില്ലാത്ത ഭയം, ചിലർക്കിത് പണി നിർത്തിയ വീടിൻ്റെ തുറന്ന മേൽക്കൂര, ചിലർക്കിത് അച്ഛൻ്റെ മരുന്നിൻ്റെ ചെലവ്, ചിലർക്കിത് സ്വന്തം കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാതെ അമ്മയുടെ കണ്ണിലോട്ട് നോക്കേണ്ടി വരുന്ന നിശബ്ദം. എന്നാൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഈ സകലത്തിൻ്റെ നടുവിൽ ഒരേ ഒരു വാക്കാണ് ദൈവം പറയുന്നത്:
ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു. ഉയിർത്തെഴുന്നേറ്റ യേശുവിനെ ഓർക്കൂ. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടത് യേശുവിന് പുറത്തേക്ക് വരാനായി മാത്രമല്ല, അകത്തിരുന്ന ഭയത്തിൽ നിന്നു മനുഷ്യരെ പുറത്തിറക്കാനുമായിരുന്നു. ചില വാതിലുകൾ തുറക്കുമ്പോൾ ആദ്യം മാറുന്നത് പുറംസ്ഥിതിയല്ല, ഉള്ളിലെ ബന്ധനമാണ്. ഇന്ന് കർത്താവ് ആദ്യം നിന്റെ അപമാനബോധം മാറ്റട്ടെ. എനിക്ക് ഇനിയൊന്നും സംഭവിക്കില്ല എന്ന ഇരുണ്ട വിധിയെ നീക്കിക്കളയട്ടെ. എൻ്റെ സമയം കഴിഞ്ഞു എന്ന കള്ളവാക്ക് നിന്റെ മനസ്സിൽ നിന്ന് ഉയിർപ്പിൻ്റെ പ്രകാശം കൊണ്ട് കഴുകിക്കളയട്ടെ. എൻ്റെ ഹൃദയത്തിന് ഏറെ അടുത്ത ഒരു ചെറിയ സാക്ഷ്യം ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാവേദന പങ്കുവച്ചു. അവളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒരു നീല നിറത്തിലുള്ള പഴയ ഫയലിലായിരുന്നു. ഫയലിൻ്റെ ഒരു വശം കീറിയിരുന്നു. പാസ്പോർട്ട് ഒരു ചെറിയ ജിപ്പ് കവറിൽ വെച്ചിരുന്നതായിരുന്നു. ഓരോ അപേക്ഷയും അയക്കുന്നതിന് മുമ്പ് അവൾ വിരൽ നിമിഷം നിർത്തുമായിരുന്നു. വീണ്ടും നിശബ്ദത തന്നെയായിരിക്കും എന്ന ഭയം. ഒരു ദിവസം അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അടുക്കളയിൽ പ്രഷർ കുക്കറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പോലും ഹൃദയം പെട്ടെന്ന് ഇടിക്കുമായിരുന്നു. കാരണം അറിയാത്ത നമ്പർ ഫോൺ ചെയ്തോ എന്ന് നോക്കാൻ അവൾ ഓടുമായിരുന്നു. പലതവണ ആരും വിളിച്ചില്ല. ചിലപ്പോൾ വിളിച്ചു, പക്ഷേ മറുപടി വന്നില്ല. ഒരു രാത്രിയിൽ കരഞ്ഞുകൊണ്ട് അവൾ തൻ്റെ ആ പഴയ ഫയൽ ക്രൂശിൻ്റെ മുമ്പിൽ വെച്ചു. കർത്താവേ, ഞാൻ വാതിൽ തട്ടുന്നതിലും ക്ഷീണിച്ചു. ഇനി നീ എനിക്കായി തുറക്കണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം അത്ഭുതമുണ്ടായില്ല. ഒരാഴ്ചക്കകം വലിയ വാർത്തയും ഉണ്ടായില്ല. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു സമാധാനം ആദ്യം വന്നു. കുറച്ച് ദിവസങ്ങൾക്കു ശേഷം ചെറിയ ശമ്പളമുള്ള ഒരു ജോലി കിട്ടി. വലിയതൊന്നുമല്ലായിരുന്നു. ആദ്യ മാസശമ്പളം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവൾ പറഞ്ഞത് വേറെയായിരുന്നു. പണം വന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ കരഞ്ഞത്, ദൈവം എന്നെ മറന്നിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ്. അതാണ് വിശ്വാസം. ചില സാക്ഷ്യങ്ങൾ മിന്നൽ പോലെ വലിയതായിരിക്കാം. ചിലത് പുലർച്ചെ വരുന്ന വെളിച്ചം പോലെ പതുക്കെയായിരിക്കും. എന്നാൽ രണ്ടിലും ദൈവം തന്നെയാണ്. ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നത് ഉടൻ സംഭവിക്കുമെന്നൊരു മനുഷ്യവാക്കല്ല. പക്ഷേ ഞാൻ ഉറപ്പോടെ പറയുന്നത് ഇതാണ്: യേശുവിൻ്റെ മുൻപിൽ വെക്കുന്ന കാത്തിരിപ്പ് ഒരിക്കലും വ്യർത്ഥമാകില്ല. സമയമെടുക്കാം, വഴിതിരിവുണ്ടാകാം, പ്രതീക്ഷിച്ച വാതിലല്ല തുറക്കുക. എന്നാൽ ദൈവം നിന്നെ നാണക്കേടിൽ വിട്ടുകളയില്ല. ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ദൈവം തുറക്കുന്ന വാതിൽ എന്നത് ഉടൻ വലിയ ശമ്പളവും ഉടൻ പ്രശസ്തിയും ഉടൻ ഉറപ്പുമാണെന്ന്. ചിലപ്പോൾ ദൈവം ആദ്യം തുറക്കുന്നത് നിന്റെ ഹൃദയത്തിലെ ശ്വാസമാണ്. പല ദിവസങ്ങൾക്കു ശേഷം നീ വീണ്ടും ശാന്തമായി ഉറങ്ങാൻ തുടങ്ങും. കുടുംബത്തിനു മുന്നിൽ തകർന്നു പോകാതെ നിൽക്കാൻ കരുത്ത് കിട്ടും. വീണ്ടും അപേക്ഷിക്കാനുള്ള ധൈര്യം വരും. കൈകൾ നടുങ്ങാതെ ഫോൺ എടുക്കാൻ പറ്റും. അതാണ് കൃപയുടെ തുടക്കം. ചില കാത്തിരിപ്പുകൾ ശിക്ഷയല്ല, ദൈവം ഒരുക്കുന്ന ഒരു പുതിയ തുടക്കത്തിൻ്റെ ഗർഭകാലമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ വിശ്വാസ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോൾ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ജോലി സംബന്ധമായ ഒരു വസ്തു എടുക്കൂ. ഒരു ഫയലായിരിക്കാം, സർട്ടിഫിക്കറ്റായിരിക്കാം, തിരിച്ചറിയൽ കാർഡായിരിക്കാം, പാസ്പോർട്ടായിരിക്കാം, നിയമനത്തിനായി കാത്തിരിക്കുന്ന ഒരു രേഖയായിരിക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വലത് കൈ നെഞ്ചിന്മേൽ വയ്ക്കൂ. മറ്റേ കൈ തുറന്ന നിലയിൽ മടിയിൽ വയ്ക്കൂ. നാം ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. കർത്താവായ യേശുവേ, ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മകനെയും മകളെയും ഞാൻ നിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പുറത്തു ശാന്തരായി തോന്നുന്നെങ്കിലും ഉള്ളിൽ കരച്ചിലുമായി ജീവിക്കുന്നവരെ നീ കാണുന്നു. മറുപടി കാത്ത് ഫോൺ തുറന്നു നോക്കുന്ന കണ്ണുകളെ നീ കാണുന്നു. തീയതി കഴിഞ്ഞ വാടക രസീതുകൾ നീ കാണുന്നു. പകുതി നിറഞ്ഞ മരുന്ന് കവറുകൾ നീ കാണുന്നു. വീട്ടിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇനി എന്തു ചെയ്യും
എന്ന് ഉള്ളിൽ തകർന്നിരിക്കുന്നവരെ നീ കാണുന്നു. കർത്താവേ, മനുഷ്യരുടെ നിഷേധം അവരുടെ വിധിയല്ലെന്ന് ഇന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണമേ. അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ നിൽക്കുന്ന യേശുവേ, ശവകുടീരത്തിൻ്റെ കല്ല് നീക്കിയ നിന്റെ ശക്തിയാൽ ഇവരുടെ ജീവിതത്തിൽ അടഞ്ഞുകിടക്കുന്ന വഴികളുടെ ഭാരവും നീക്കണമേ. ഇനി വഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ മനസ്സുകളിലേക്ക് ഉയിർപ്പിൻ്റെ പ്രകാശം ഒഴുക്കണമേ. നാണക്കേടിൻ്റെ മുറിവ് സൗഖ്യമാക്കണമേ. താരതമ്യത്തിൻ്റെ വിഷം നീക്കണമേ. മറ്റുള്ളവരുടെ മുന്നേറ്റം കണ്ടു സ്വന്തം ജീവിതത്തെ വെറുക്കുന്ന കണ്ണുകൾക്ക് സമാധാനം തരണമേ. കാത്തിരിപ്പിൻ്റെ ഈ ഇരുണ്ട വഴിയിൽ ഒരൊറ്റ ദീപമായി നീ തന്നെ നിൽക്കണമേ. കർത്താവേ, ഇന്ന് പ്രത്യേകമായി ജോലി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരിയായ വാതിൽ തുറക്കണമേ. തെറ്റായ വാതിലുകളിൽ കുടുങ്ങാതെ കാക്കണമേ. ചതിക്കപ്പെടാതെ സൂക്ഷിക്കണമേ. സ്വാഭിമാനം നഷ്ടപ്പെടാതെ നടത്തണമേ. ക്ഷീണം കാരണം കൈവിടാൻ പോകുന്നവർക്ക് വീണ്ടും എഴുന്നേൽക്കാനുള്ള ഉള്ളിലെ ബലം തരണമേ. വിദേശ വിസയ്ക്ക് കാത്തിരിക്കുന്നവർക്ക്, ജോലി അനുമതി ഫയലിൽ കുടുങ്ങിയവർക്ക്, അഭിമുഖത്തിന് ശേഷം മറുപടി വരാത്തവർക്ക്, വീട്ടുചുമതല കൊണ്ട് തളർന്നവർക്ക്, കടബാധ്യതയിൽ ഉറങ്ങാൻ പറ്റാത്തവർക്ക്, മരുന്നിനും ഭക്ഷണത്തിനും ഇടയിൽ കണക്കുകൂട്ടുന്ന കുടുംബങ്ങൾക്ക് നിന്റെ കരുണാമുഖം തിരിക്കണമേ. യേശു, ഇന്ന് ഞാൻ പ്രത്യേകമായി അപേക്ഷിക്കുന്നത് ഇതാണ്. ഈ കാത്തിരിപ്പ് അവരുടെ വിശ്വാസത്തെ കവർന്നെടുക്കാതിരിക്കണമേ. നിന്റെ സമയത്ത് പിറക്കുന്ന കാര്യം മനോഹരമാണെന്ന് അവർ തിരിച്ചറിയട്ടെ. അവർ കാണാത്ത ഇടങ്ങളിൽ നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഉറപ്പ് അവർക്ക് തരണമേ. അവർ ഇപ്പോൾ കേൾക്കാത്ത വാതിൽ ശബ്ദം നീ ഇതിനകം സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ കാത്തിരിക്കാനുള്ള കൃപയും തരണമേ. അവർ തെറ്റിക്കരുത്, അവർ തകരരുത്, അവർ നിരാശയുടെ ഭാഷ സംസാരിക്കാതിരിക്കട്ടെ. അവരുടെ വായിൽ നിന്ന് ഇന്നു മുതൽ ഒരു പുതിയ വചനം പുറപ്പെടട്ടെ. കർത്താവ് എനിക്കായി ഒരു പുതിയ അത്ഭുതം ചെയ്യുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കയ്യിലുള്ള ആ ഫയലിന്മേലോ രേഖയിന്മേലോ അല്ലെങ്കിൽ നെഞ്ചിന്മേലുള്ള കൈമേലോ മൃദുവായി അമർത്തിക്കൊണ്ട് എൻ്റെ പിന്നാലെ മനസ്സിൽ ആവർത്തിക്കൂ. യേശുവേ, എൻ്റെ അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ നീ നിൽക്കുന്നു. ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ കൈവിടുന്നില്ല. നീ എനിക്കായി പുതിയ കാര്യം ചെയ്യുന്നു. വീണ്ടും പറയൂ, യേശുവേ, ഞാൻ കൈവിടുന്നില്ല. ഇനിയും ഒരിക്കൽ, നീ എനിക്കായി പുതിയ കാര്യം ചെയ്യുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം അഭിപ്രായത്തിൽ നിങ്ങളുടെ പേര് എഴുതൂ, അല്ലെങ്കിൽ ആമേൻ എഴുതൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത് എന്നൊരു വാക്കിൽ എഴുതൂ. ചികിത്സ, സമാധാനം, പരീക്ഷ, കുടുംബഭാരം, ഈ ഇടം വെറും അഭിപ്രായങ്ങളുടെ ഇടമല്ല. പരസ്പരം ഒരുമിച്ച് ചുമക്കുന്ന ഒരു പ്രാർത്ഥനാമുറിയാകട്ടെ. ഇന്ന് ആരോ ഒരാൾ നിങ്ങളുടെ വാക്ക് വായിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ഉറങ്ങാൻ മുമ്പ് ഒരു ചെറിയ ആത്മീയ ചുവടുവയ്പ് ചെയ്യൂ. നിങ്ങളുടെ കൈ നെഞ്ചിമേൽ വെച്ച് 3 തവണ പറയൂ, കർത്താവേ, നീ തുറക്കുന്ന വാതിൽ എനിക്കായി മതിയാകുന്നു. പിന്നെ ആ രേഖയോ ഫയലോ ബൈബിളിൻ്റെ അടുത്തോ ക്രൂശിൻ്റെ മുമ്പിലോ വെക്കൂ. അതൊരു മന്ത്രമല്ല, അതൊരു സമർപ്പണമാണ്. എൻ്റെ ഭാരം ഇനി ഞാൻ ഒറ്റയ്ക്ക് വഹിക്കില്ല എന്ന് യേശുവിനോട് പറയുന്ന ഒരു വിശ്വാസ നിമിഷം. ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചെങ്കിൽ അത് മിണ്ടാതിരിക്കാൻ അനുവദിക്കരുത്. ഒരാളുടെ ഫോണിലേക്ക് ഇതയക്കൂ. നിങ്ങളുടെ സ്ഥിതിവിവരത്തിൽ ഇടൂ. ഇന്ന് നിങ്ങളുടെ കയ്യിലെ ഈ ചെറിയ ഉപകരണം ഒരു പ്രസംഗപീഠമാകാം. നിങ്ങളുടെ പങ്കുവെപ്പ് ആരുടെയോ കണ്ണീരിന് ദൈവത്തിൻ്റെ മറുപടിയായേക്കാം. ആരോ ഒരാൾ ഇന്ന് ഒറ്റയ്ക്ക് കരയുകയാണ്. അവൻ്റെ വാതിലിൽ ഈ പ്രാർത്ഥന എത്തണം. പ്രിയമുള്ളവരെ ഓർക്കുക, അടഞ്ഞ വാതിൽ എല്ലായ്പ്പോഴും നിരാകരണമല്ല. ചിലപ്പോൾ അത് തെറ്റായ സമയത്തേക്കുള്ള ദൈവത്തിൻ്റെ സ്നേഹഭരിതമായ ഇപ്പോൾ അല്ലാണ്. ശരിയായ സമയത്ത് തുറക്കുന്ന ഒരു വാതിൽ വൈകിയതുപോലെ തോന്നിയാലും
ജീവിതം മുഴുവൻ കരുതുന്ന അനുഗ്രഹമാകുന്നു. നിന്റെ കണ്ണീർ ദൈവത്തിന് അന്യമായിട്ടില്ല. നിന്റെ ഫയൽ മനുഷ്യരുടെ മേശകളിൽ കാണാതെ കിടക്കാം. പക്ഷേ നിന്റെ പേര് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു. നിന്റെ കാത്തിരിപ്പ് വെറുതെയല്ല. നിന്റെ വാതിൽ ശബ്ദം സ്വർഗം കേട്ടുകഴിഞ്ഞു. നിന്റെ അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ ഉയിർത്തെഴുന്നേറ്റ യേശുവിൻ്റെ പ്രകാശം ഇന്ന് നിൽക്കട്ടെ. നിന്റെ കാത്തിരിപ്പിന് ദൈവം അർത്ഥം തരട്ടെ. നിന്റെ കൈകളിലെ ശൂന്യതയെ അവൻ്റെ കരുണ നിറക്കട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ പുലർച്ചെ കൃത്യം 5:30 വീണ്ടും കാണാം. ദൈവം നിങ്ങളെ കാക്കട്ടെ. ആമേൻ.